നമസ്കാരം, ഞാൻ വിനോദ്. പൈനി സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭിന്നസംഖ്യകൾ എന്താണെന്നും അവ ആഡ് ചെയ്യുന്നത് കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അവയുടെ വ്യവകലനമാണ്. കുറയ്ക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടോ, 7 3 - 7 2. ഇതെങ്ങനെ കുറയ്ക്കാം? ഛേദങ്ങൾ തുല്യമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി അല്ലേ. നമ്മൾ കൂട്ടുന്നതിനുള്ള അതേ നിയമം തന്നെ. 7 3 - 7 2 എന്ന് പറയുമ്പോൾ ഛേദം തുല്യമല്ലേ, 2 7 ആണ്. അപ്പോൾ 7 ഒരു പ്രാവശ്യം എഴുതുന്നു. പിന്നെയോ 3 2 കുറച്ചാൽ 1 അല്ലേ. 7 ഒരു പ്രാവശ്യം എഴുതി, 3 2 കുറച്ച് 1 എഴുതി. ഇത് ഉത്തരം. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് നോക്കിക്കേ, ഛേദം തുല്യമല്ലേ, 20 20 20. അപ്പോൾ ഛേദം തുല്യമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ പോരെ. 9 5 കുറച്ച്, 5 1 കുറച്ച്. അപ്പോൾ ഛേദം ഒരു പ്രാവശ്യം നമ്മൾ താഴെ എഴുതി. അംശം തമ്മിൽ കുറച്ച്, 9 5 4, 4 1 എത്രയാണ്? 3 ഉണ്ടോ. 20 3 എന്ന് ഉത്തരം എഴുതാം. നമുക്ക് ഛേദം തുല്യമാകുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്തത് നോക്കൂ, 8 7 4 3 കുറയ്ക്കണം. ഇതിന്റെ ഛേദം തുല്യമല്ല, ഛേദം 8 ആണ്, ഇതിൽ ഛേദം 4 ആണ്. അപ്പോൾ എങ്ങനെ കുറയ്ക്കും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 7 4 കൊണ്ടും 3 8 കൊണ്ടും ഇൻറ്റു ചെയ്ത് എഴുതണം. നോക്കിക്കേ, 7 × 4 എത്രയാണ്? 28 ഇൻറ്റു ചെയ്തു. എന്നിട്ട് മൈനസ് ചെയ്ത് കുറയ്ക്കാനുള്ള കണക്കാണല്ലോ, മൈനസ് ഇടുന്നു. പിന്നെയോ 3 × 8 24 അങ്ങനെ എഴുതി. കേട്ടോ, 7 × 4 28, 3 × 8 24 എന്ന് എഴുതി. എന്നിട്ട് ബൈ ഈ ഛേദങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് എഴുതണം. 4 × 8 എത്രയാണ്? 32 ഉണ്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 8 24 ഇവിടെ എഴുതി. 7 × 4 28. അപ്പോൾ ഈ ഇവിടെ തൊട്ട് വേണം ഇൻറ്റു ചെയ്യാൻ. 7 × 4 28, 3 × 8 24. അത് ഒന്ന് കുറച്ച് എഴുതാം നമുക്ക്. 28 24 പോയാൽ 4/32. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ലേ? എത്ര ഉണ്ട്? 4ന്റെ ഗുണിതങ്ങളാണ് അല്ലേ. 4 × 1 4 കിട്ടും. 32 8 × 4 32 കിട്ടും. അപ്പോൾ 4 കൊണ്ട് ഇതിന് രണ്ടിനെയും വെട്ടി കുറയ്ക്കാം. അപ്പോൾ 4 ൽ 4 ഒരു പ്രാവശ്യം, 32 4 എത്ര പ്രാവശ്യം ഉണ്ട്? 8 പ്രാവശ്യം. ഈസിക്കൽ ടു 1/8 ആണ് ആൻസർ അല്ലേ. അങ്ങനെ ഇനി ചെറുതാക്കാൻ പറ്റില്ലല്ലോ, 1/8. അപ്പോൾ 8 7 നിന്ന് 4 3 കുറച്ചാൽ എത്രയാണ് ആൻസർ? 8 1 ആണ്. അടുത്തത് നോക്കാം. 6 7 - 3 1. ഇത് എങ്ങനെ ചെയ്യാം? ഇതും 2 ഭിന്നങ്ങളിലേ ഉള്ളൂ. 2 കൂടുതലുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അടുത്ത് നമുക്ക് ചെയ്യാം. 2 ഭിന്നസംഖ്യകളുടെ അതിന്റെ ഛേദം തുല്യമാണോ? അല്ല, ഛേദം വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ്? 7 × 3 21 മൈനസ് 6 × 1 6 ഡിവൈഡ് ബൈ എങ്ങനെയാണ്? ഇത് തമ്മിൽ ഗുണിച്ചെഴുതണം. 6 3 18 ഈസിക്കൽ ടു 21 6 എത്രയാണ്? 15/18. ഇതിനെ വെട്ടി കുറയ്ക്കാൻ പറ്റില്ല. 3 കൊണ്ട് വെട്ടാൻ പറ്റില്ല, എല്ലാത്തിനെയും രണ്ടിനെയും വെട്ടാം അല്ലേ. അപ്പം 3 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 5, ഇതോ 6 അല്ലേ. 13 15 6 3 18. അപ്പോൾ ആൻസർ എത്രയാണ്? 6 ൽ 5 അല്ലേ. 6 7 3 എന്ന് കുറച്ചാൽ 6 ൽ 5. ഇത്രയും കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 8 7 - 4 1 - 6 1. ഇവിടെ എന്താ പ്രത്യേകത? 3 ഭിന്നങ്ങളുണ്ട്. 3 ഭിന്നസംഖ്യ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 8ന്റെയും 4ന്റെയും 6ന്റെയും LCM കാണും അല്ലേ. നമുക്കിത് മാറ്റാം. എങ്ങനെയാണ്? 8 4 6 ഇങ്ങനെ LCM കാണുമ്പോൾ 2 എഴുതാം. 2 8 4 പ്രാവശ്യം, 2 4 2 പ്രാവശ്യം, 6 3 പ്രാവശ്യം. ഇനി 2 എഴുതാം. 2 2 4 2 പ്രാവശ്യം, 2 2 1 പ്രാവശ്യം, 3 ഇങ്ങനെ എഴുതി. ഇനി ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്താൽ ഇനി എഴുതാൻ പറ്റില്ലല്ലോ. ഈ 2 4 4 8 8 3 24. അപ്പോൾ ഇതിൻ്റെ LCM എത്രയാണ്? LCM ഈക്വൽ ടു 24 അല്ലേ. 24 കിട്ടിക്കഴിഞ്ഞാലോ ഈ ഛേദത്തെ നമ്മൾ 24 ആക്കണം അല്ലേ. ഛേദം 8 എന്നുള്ളതിന് 24 ആക്കണം. അപ്പോൾ കാണിച്ചു തരാം. LCM 24. 8 7 7. 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ LCM ആയി 24 കിട്ടുന്നു നോക്കണം. എത്ര കൊണ്ട് ഗുണിച്ചാലാണ്? 3 കൊണ്ട് ഗുണിച്ചാൽ. മുകളിലും 3 കൊണ്ട് ഗുണിക്കണം. വിലയ്ക്ക് വ്യത്യാസം വരരുത് അല്ലേ. -4 ൽ 1 ഉണ്ടോ. 4 × എത്രയാണ്? 24. 6 ആണ് 24. അപ്പോൾ 1നെയും 6 കൊണ്ട് ഗുണിക്കണം. 1 × 6. പിന്നെയോ 6 ൽ 1 മൈനസ് 6 × എത്രയാണ്? 24. 6 4 24
അപ്പോൾ ഒന്നിനെയും അംശമായ ഒന്നിനെയും ആ 4 കൊണ്ട് ഗുണിക്കണം. വിലയ്ക്ക് വ്യത്യാസം വരരുത്. 1 4 ഇങ്ങനെ വന്നു അല്ലേ. ഇനി എത്ര എഴുതും? ഇൻറ്റു ചെയ്ത് എഴുതണം. 3 ഛേദം ഇത് 24, ഇത് 24. ഛേദം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി അല്ലേ. ഇനിയോ 7 3 21 മൈനസ് 6 6 മൈനസ് 4 4 എന്ന് കിട്ടി. അതെല്ലാം കുറച്ച് എഴുതി. ഛേദം ഒരു പ്രാവശ്യം എഴുതിയാൽ നമുക്കറിയാം. തുല്യമായി കഴിഞ്ഞാൽ ഇവിടെ തുല്യമുള്ള എങ്ങനെയാണ്? തുല്യമായ അംശം ഉണ്ടെങ്കിൽ ഛേദം ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇയാളുടെ അംശം തമ്മിൽ കുറയ്ക്കുകയല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഛേദം തുല്യമാക്കിയത് നമ്മൾ അല്ലേ. എല്ലാത്തിനെയും ഇങ്ങനെ രസാഗ് കണ്ടിട്ട് ഛേദം തുല്യമാക്കി എന്നിട്ട് ഒരു പ്രാവശ്യം എഴുതി. എന്നിട്ട് അംശം തമ്മിൽ കുറയ്ക്കുക. 21 6 എത്രയാണ്? 15. 15 4 എത്രയാണ്? 11 അല്ലേ. 21 6 15, 15 4 11, അടിയിൽ 24. 24 11 ഇതിൻ്റെ 8 മൈനസ് 4 മൈനസ് 6 എന്നുള്ളതിൻ്റെ ആൻസർ. നമുക്കിനി അടുത്തത് നോക്കാം. ഇത് നോക്കിക്കേ. 6 2 മൈനസ് 2 4 3 മൈനസ് 1 2 ഇതെങ്ങനെയുള്ള ഭിന്നസംഖ്യയാണ്? മിശ്ര ഭിന്നമാണ് അല്ലേ. കാരണം ഒരു പൂർണ്ണസംഖ്യയുണ്ട്, ഒരു ഭിന്നസംഖ്യയുണ്ട്. അങ്ങനെയുള്ള സംഖ്യകൾ എങ്ങനെ ചെയ്യാം? കാണിച്ചു തരാം. ഇത് ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ വിഷമഭിന്നമാണ്. ഈ 6 × 2 6 2 എത്രയാണ്? 12 പ്ലസ് 1 13. വിഷമഭിന്നമാക്കി മാറ്റണം. എത്രയാണ്? 6 2 12 1 13. 2 13 മൈനസ് അല്ലേ. ഇനി ഏതോ 4 × 2 4 × 8 8 3 11 11/4 മൈനസ്. ഇനിയോ 1 2 2 2 1 3. അപ്പോൾ 2 3 അങ്ങനെയല്ലേ. കേട്ടോ. 6 2 12 ഈ ഒന്നും കൂടെ കൂട്ടണം. എന്നിട്ട് ഇത് തമ്മിൽ ഗുണിച്ചിട്ട് ഇത് കൂട്ടണം. 6 2 12 1 13. ഛേദം അതേപടി എഴുതി. 4 8 8 3 11. ഛേദം അതേപടി എഴുതി. മൈനസ് 1 2 2 2 1 3. ഛേദം 2 അതേപടി എഴുതി. ഇങ്ങനെയാണ് വന്നത്. ഇപ്പോൾ കണ്ടോ, വിഷമഭിന്നമാക്കി മാറ്റണം നമ്മളിങ്ങനെ മിശ്രഭിന്നമാണെങ്കിൽ. ഇനി എന്ത് ചെയ്യണം? ഛേദങ്ങൾ തുല്യമാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു, അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതിയായിരുന്നു. ഇത് ഛേദങ്ങൾ തുല്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? എൽസിയം കാണണം അല്ലേ. ഛേദങ്ങളുടെ എൽസിയം കാണണം. എൽസിയം എങ്ങനെയാണ്? 2 4 2. എൽസിയം എങ്ങനെ കാണും? 2 2 ഒരു പ്രാവശ്യം, 2 4 2 പ്രാവശ്യം, 2 2 ഒരു പ്രാവശ്യം. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എൽസിയം എത്രയാണ്? 2 × 2 4. എൽസിയം ഈസ് ഈക്വൽ ടു 4. എൽസിയത്തിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എൽസിയം 4 കിട്ടി. ഇനിയോ നമുക്ക് ഛേദത്തെ എല്ലാം 4 ആക്കണം അല്ലേ. നോക്കാം. 2 13 ഇൻറ്റു ഈ 2 എത്ര കൊണ്ട് ഗുണിച്ചാൽ നോക്കണം. 2 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ അതിനെ 3 കൊണ്ട് ഈ 2 കൊണ്ട് തന്നെ മുകളിലും ഇൻറ്റു ചെയ്യണം. വിലയ്ക്ക് വ്യത്യാസം വരരുത് അല്ലേ. മൈനസ് 4 ഈ 4 എഴുതി. ഇൻറ്റു 4 എത്ര കൊണ്ട് ഗുണിച്ചാൽ എൽസിയം 4 കിട്ടും? 1 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ ഇവിടെ 11നെയും 1 കൊണ്ട് ഗുണിച്ചാൽ മതി. മൈനസ് 2 3 2 3. 2 എത്ര കൊണ്ട് ഗുണിച്ചാൽ എൽസിയം 4 കിട്ടും? 2 കൊണ്ട് ഗുണിച്ചാൽ മുകളിൽ അതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇനി നോക്കാം നമുക്ക്. 13 2 26/4 അല്ലേ. 4 ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. നമുക്ക് എൽസിയം കണ്ട് ഒറ്റ പ്രാവശ്യം ഛേദം എഴുതിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 4 നടുക്ക് എഴുതാം. 4 26 മൈനസ് ഇതോ 11 × 1 11. 4 × 4 ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയല്ലോ. മൈനസ് 3 × 2 എത്രയാണ്? 6. ഈ 2 4. ആ ഛേദം നമ്മൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇത് നോക്കണം. 26 ന്ന് 11 കുറച്ചാൽ 15 അല്ലേ. 15 ന്ന് 6 പോയാൽ എത്രയാണ്? 9. 9/4. ഇതാണ് നമ്മൾ 6 2 മൈനസ് 2 4 3 മൈനസ് 1 2 കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ മിശ്രഭിന്നമാക്കി മാറ്റാം. ഇതിപ്പോൾ ഏത് രീതിയിലാണ് കിടക്കുന്നത്? വിഷമഭിന്നമായിട്ടാണ് അല്ലേ. നമുക്ക് വീണ്ടും ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ഇത് നോക്കിയേ. 9/4 എന്നാണ്. 9/4. 4 2 അല്ലേ 8. 8 റിമൈൻഡർ 1 1. അപ്പോൾ എങ്ങനെ എഴുതാം ഈ ഉത്തരം? ഉത്തരം കിട്ടിയ 2 ഇങ്ങനെ എഴുതാം. 2 2 ഛേദം എപ്പോഴും 4 വന്നു. 4 റിമൈൻഡർ വന്നത് എത്രയാണ്? 1. 2 4 1 ആൻസർ. നമുക്ക് അത് മിശ്രഭിന്നമാക്കി എഴുതി കഴിഞ്ഞാൽ ആൻസറായി. കാരണം മിശ്രഭിന്നമല്ല ചോദ്യം. അത് നമുക്ക് അവസാനം മിശ്രഭിന്നത്തിൽ തന്നെ ഉത്തരവാക്കാം ആകും. അപ്പോൾ 6 2 മൈനസ് 2 4 3 മൈനസ് 1 2 എന്നുള്ളത് കുറച്ചാൽ എത്ര കിട്ടും? 2 4 1. അപ്പോൾ നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ ഒന്നും കൂടെ ചെയ്തൊക്കെ പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹരണമുണ്ട്, ഗുണനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം അടുത്ത ക്ലാസ് കാണുന്നവരെ ഏവർക്കും നന്ദി.